ജോലിയൊന്ന് കിട്ടിയിട്ട് വേണം ലീവൊന്നും എടുക്കാനും പറഞ്ഞ മാതിരിയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജസ് ആണ്. എപ്പോഴാണ് നമുക്ക് സ്കൂൾ വെക്കേഷൻസ് ഉണ്ടാവുക? എത്രത്തോളം ഓഫ് ഡേയ്സ് യുഎഇയിൽ ഉണ്ടായിരിക്കും? പലരും പറയുന്നുണ്ടല്ലോ 6 മാസം സ്കൂളുള്ളൂ, 6 മാസം ഓഫാണെന്ന്. ഇത് കറക്റ്റാണോ? അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞുതരാം ട്ടോ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ട്ടോ. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുതരും. ഫസ്റ്റ് തന്നെ യുഎഇയിലെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പറയാം. ഒരു ഇന്ത്യൻ കരിക്കുലം അല്ലെങ്കിൽ CBSE സിലബസ് അനുസരിച്ച് പോകുന്ന സ്കൂളുകൾക്ക് ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. മാർച്ചിൽ എക്സാം കഴിഞ്ഞ് ഏപ്രിലിൽ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സ്പ്രിംഗ് വെക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി അമേരിക്കൻ, ബ്രിട്ടീഷ്, IB പോലുള്ള ഇന്റർനാഷണൽ കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളുടെ അക്കാഡമിക് ഇയർ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി വെക്കേഷൻസിനെ കുറിച്ച് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാർച്ചിൽ എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ ആ ഒരു സമയത്ത് ഒരു സ്പ്രിംഗ് ബ്രേക്ക് ഉണ്ടായിരിക്കും. അത് ഏകദേശം 3 വീക്സ്, ഒരു 1 മന്തിൻ്റെ അടുത്തുണ്ടായിരിക്കും. ദെൻ നവംബറിൽ എക്സാം കഴിഞ്ഞിട്ട് ഡിസംബറിൽ ഒരു വെക്കേഷൻ ഉണ്ട്. അത് വിൻ്റർ വെക്കേഷൻ. അതും ഏകദേശം 1 മന്തിൻ്റെ അടുത്തുണ്ട്. പിന്നുള്ള വെക്കേഷനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നാട്ടിലേക്ക് വരാനായിട്ട്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെക്കേഷൻ. ജൂണിൽ എക്സാം കഴിഞ്ഞ് ജൂലൈ, ഓഗസ്റ്റ് നമുക്ക് അവധിയാണ്. അതാണ് സമ്മർ വെക്കേഷൻ. പിന്നെ വീക്ക്ലി 2 ഡേയ്സ് ഓഫാണ്, സാറ്റർഡേയും സൺഡേയും. പിന്നെ ഷാർജയിലാണെങ്കിൽ 3 ഡേയ്സ് ഓഫാണ്, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. വീക്കെൻഡിൽ കിട്ടുന്ന ഈ ഓഫ് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഡെവലപ്പിംഗ് ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും, മീറ്റിംഗ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഒരു ദിവസത്തിൽ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടീച്ചിങ് ജോബ് ആരെങ്കിലും യുഎഇയിൽ നോക്കുന്നെങ്കിൽ ട്രൈ യുവർ ബെസ്റ്റ്. അപ്പോൾ സ്കൂൾ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുകയാണെങ്കിൽ 180 to 190 ഡേയ്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓഫ് ഡേയ്സ് 175 to 185 ഉണ്ടാവും. ഇത് സ്പ്രിംഗ്, സമ്മർ, വിന്റർ, പിന്നെ അതുപോലെ തന്നെ വീക്കെൻഡിലെ ഓഫ്, മറ്റു ഹോളിഡേയ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഇനി യുഎഇ സ്കൂൾസിൽ ജോബ് സെർച്ച് ചെയ്യുന്നവർക്കും ഇനി അതുപോലെ സെർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.